നമസ്കാരം, ബ്യൂട്ടി സ്പോട്ടിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തിരുവനന്തപുരം പട്ടം ഗോൾഡൻ ഐ ബ്യൂട്ടി പാർലറിലെ അഷ്മിത ചേച്ചിയാണ്. നമസ്കാരം ചേച്ചി. ഇന്ന് നമുക്ക് വേണ്ടി എന്താണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്? ഇത് ഫേഷ്യൽ എന്നതിലുപരി ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇച്ചിരി ഏജ് ആയുള്ളവർക്കും അല്ലെങ്കിൽ സ്കിന്ന് പിമ്പിൾസ് കൊണ്ട് എന്തെങ്കിലും സാഗിങ് ഒക്കെ വന്നവർക്ക് വേണ്ടി ചെയ്യാനാണ്. അപ്പോൾ ടൈറ്റനിങ് ഫേഷ്യലാണ് ചെയ്യുന്നത്, സ്കിൻ ടൈറ്റനിങ് ഫേഷ്യൽ. ഓക്കെ, ഇത് ചെയ്തത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് പിമ്പിൾസ് കൊണ്ടുള്ള ഒരുപാട് പോസ് ഉണ്ട്, ഓപ്പൺ പോസ്. അത് ആണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഒരു ടീനേജുകാർക്ക്. അപ്പോൾ ടീനേജുകാർക്കും ചെയ്യാം, ഒരു ഏജ് ഉള്ളവർക്കും ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടി ക്ലോസ് ആവും, കുറച്ചുകൂടി ടൈറ്റ് ആവും, മെയിനായിട്ട് ടൈറ്റ് ആവും. പിന്നെ ഏജ് ഉള്ളവർക്കാണെങ്കിൽ ആ സാഗിയൊക്കെ കുറഞ്ഞ് നല്ല ഇതായിട്ട് വരും. ഓക്കെ, നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസിങ് എന്താ? പോർസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ പേരും ഫേഷ്യൽ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത് പ്രിഫർ ചെയ്യാറുണ്ടോ? നമ്മൾ പറയാറുണ്ട്, അവരുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് റിസൾട്ട് ചെയ്ത് വരുമ്പോൾ റിസൾട്ട് തോന്നുമ്പോൾ അവർ പിന്നെ പിന്നെ ചെയ്യും. നമ്മൾ മന്ത്ലിയാണ് ഇത് പറയണത് ചെയ്യാൻ. ഇത് എത്ര മാസം ചെയ്യുമ്പോഴാണ് കറക്റ്റ് റിസൾട്ട് കണ്ടു തുടങ്ങുക? ഒരു 3 സിറ്റിംഗ് ഒക്കെ ആകുമ്പോൾ അവർക്ക് തന്നെ അത് അറിയാൻ പറ്റും. പിന്നെ കുട്ടിയൊക്കെ അധികം നമ്മൾ അങ്ങനെ മന്ത്ലി ചെയ്യാൻ പറയാറില്ല. കുട്ടികൾ വന്ന് ചെയ്യാറുണ്ടോ ഫേഷ്യൽ? പക്ഷേ ഒരു ഏജ് കഴിഞ്ഞിട്ടല്ലേ? ആക്നെ പ്രോബ്ലം അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. ഈ കൊടുക്കുന്ന വീറ്റ് ഗ്രീൻ്റെ സ്ക്രബാണ്. ഇത് ശരിക്കും നാച്ചുറൽ, പക്ക നാച്ചുറലാണ്. ഇതിലെന്തൊക്കെയാണ് ഉള്ളത്? ശരിക്കും ഗ്രെയിൻസ് ആണ്. ഇത് എന്താണ്? പോർസിനെ ആക്ടിവേറ്റ് ചെയ്യാനാണോ? ഇത് ജസ്റ്റ് നമ്മൾ ഇട്ട് കുറച്ചൊരു 2 മിനിറ്റ്സ് ഇട്ടതിന് ശേഷം ഡ്രൈ ആയി തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ സ്ക്രബ് ചെയ്ത് തുടങ്ങും. ശരിക്കും ഡെഡ് സെൽസിൻ്റെ പീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു 2 മിനിറ്റ്സ് ഇത് സ്കിന്നിൽ തന്നെ വയ്ക്കണം, നമ്മൾ തൊടാനൊന്നും പാടില്ല. പക്ഷെ ഡ്രൈ ആവുന്നതിന് മുമ്പേ ചെയ്ത് തുടങ്ങും. സ്ക്രബ് ചെയ്ത് അതൊരു ഒരുപാട് മസാജോ അങ്ങനെ സ്ക്രബ് ഒരുപാട് കൊടുക്കാൻ പാടില്ല. സ്കിൻ കൂടുതൽ സാഗാവും. അപ്പോൾ ഡ്രൈ ആവണമെന്ന് വേണം ചെയ്യാം. ഇത് ഓയിലി സ്കിന്നുകാർക്കാണോ കൂടുതൽ എഫക്റ്റ് ചെയ്യുക? അതാണ് ആക്നെ പ്രോബ്ലം ഉള്ളവർക്ക് തന്നെയാണ് ഇത് കൂടുതൽ പറയണത്. പിന്നെ ഒരു ഏജ് ആകുമ്പോൾ ഉള്ള ഓയിലിൻ്റെ സെബേഷ്യസ് അത് ഒരുപാട് കൂടുമ്പോൾ അവർക്കിത് കൊടുത്താലും കുറേ കൂടെ നല്ല റിസൾട്ട് കിട്ടും. നല്ല ഓയിൽ സെക്രഷൻ നല്ലപോലെ കുറയും. പിന്നെ ടൈറ്റൻ ചെയ്യും. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത് വരുന്നത്. ശരിക്കും ആൻറ്റി റിങ്കിൾസ് ഒക്കെ. അതെ അതെ. പലതരം ഫേഷ്യൽ ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുൾ കൂടുതലും നാച്ചുറലായിട്ടുള്ളതാണ് കൊടുക്കുന്നത്. കാരണം ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. വീറ്റ് ഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത പോലെ തന്നെ വീറ്റിൻ്റെ കണ്ടൻറ്റാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതിൽ സീഡ് ഓയിൽ, ജെയിം സീഡ് ഓയിൽ കൂടെ ഉണ്ട്. അത് വീറ്റ് ഗ്രെയിൻ തന്നെ സീഡ് ഓയിലും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഡ്രൈ ആയിട്ടുള്ള ഒരു ഓയിലി സ്കിന്നുകാർക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ പോസിന് കുറച്ചുകൂടി പെട്ടെന്ന് ടൈറ്റൻ ചെയ്ത് ക്ലോസ് ആവാനും സഹായിക്കാറുണ്ട്. ഇതിൽ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും വരാറില്ല? ഒരു സൈഡ് എഫക്ട്സും വരാറില്ല. തന്നെ ഇതുപോലെ തന്നെ പൊല്യൂഷൻ കാരണം വരുന്നവർ ഉണ്ടല്ലോ, ആക്നെ സ്കാർസ് ഒക്കെ. അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും റെമഡീസ് ഉണ്ട്? വീട്ടിലവരുടെ മെയിനായിട്ട് അവിടെ ഫുഡിൻ്റെ ആ ഒരു സ്വഭാവം മാറ്റാനാണ് പറയുന്നത്. കാരണം നമുക്ക് ഇത് അവരെ ഏകദേശം ഇവിടെ ഒരു അരമണിക്കൂറാണ് ഇവിടെ സ്പെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ വീട്ടിലാണ്. അപ്പോൾ അവരുടെ ഫുഡ് അവർ നേരെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആ ഒരിതും അവർക്ക് നല്ല റിസൾട്ട് വരുള്ളൂ. ഇത് എത്ര മിനിറ്റ് മസാജ് ചെയ്യണം? 15 to 20 ഒക്കെ നമ്മൾ ഏജ് ഡിപ്പെൻസ് ആണ്.
ഇതിപ്പോൾ 15 മിനിറ്റ് 20 മിനിറ്റ് അല്ലേ? 15 മിനിറ്റാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഒരുപാട് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല. ഇത്ര ടൈമിനുള്ളിൽ അത് തീർക്കണം. കാരണം ഇതിപ്പോൾ ഒരുപാട് ഏജുള്ള ആളല്ല. അപ്പം അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാതെ ഇത്രയും ടൈമിനകത്ത് കൺട്രോൾ ചെയ്ത് അത് നിർത്തണം. ഒരുപാടായി കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ മസാജിങ് ക്രീം റിമൂവ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ പാക്കാണ് അപ്ലൈ ചെയ്യാൻ പോകണം. ഇതെന്തിൻ്റെ പാക്കാണ്? ഇതും വീറ്റ് ഗ്രെയിൻ്റെ കണ്ടന്റ് മെയിനായിട്ടുണ്ട്. പിന്നെ സാൻഡ്വുഡ് ഉണ്ട്. ഇതും ഹെർബൽ തന്നെയാണ്. നല്ല തിക്കായിട്ട് ഇത് കൊടുക്കണം. കാരണം ഡ്രൈ ആകുമ്പോൾ സ്കിന്ന് നല്ലതുപോലെ മുറുകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഇതാണ് മെയിൻ അല്ലേ സ്കിൻ ടൈറ്റനിങ്ങിന് നമ്മൾ ബേസിക് ആയിട്ട് കൊടുക്കുന്ന ഒരിതാണ്. പിന്നെ അവരുടെ പ്രശ്നം കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ നമ്മൾ വേറെ സജസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ എത്ര മിനിറ്റ് ഇട്ടേക്കണം ഇത് ഡ്രൈ ആവുന്നത് വരെ? അതിപ്പോൾ നമുക്ക് അവരുടെ ഓയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. ഈ വീറ്റ് ഗ്രെയിൻ അല്ലാണ്ട് വേറെ ഏതൊക്കെ പാക്കുകളാണ് നല്ലതായിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള? വീറ്റ് ഗ്രെയിനിന് നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഷാനാസിൻ്റെതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അതിൽ ഞാൻ അത് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് അത് മാത്രം സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ സ്കിൻ ടൈറ്റനിങ്ങിൻ്റെ വേറെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. വീറ്റ് ഗ്രെയിൻ എന്നെ സംബന്ധിച്ച് എനിക്കതായിരിക്കും ബെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. എൻ്റെ ഇതെന്തിനാണ് ഇങ്ങനെ ഇടുന്നത്? തണുപ്പിന് വേണ്ടിയിട്ടാണോ? ഇത് ഇച്ചിരി ചൂടാണ് ഈ സംഭവം. നമ്മൾ നോർമലി ഇടുന്നതിനെക്കാട്ടി റിസൾട്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കുണ്ടാവും. ഈ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പേര് പോലെ തന്നെ ആ റിസൾട്ട് കറക്റ്റ് കിട്ടും. അത് ബാക്കിയവരുടെ ഏജ് പിന്നെ അവരുടെ വേറെ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളതാണെങ്കിൽ സജഷൻ നമ്മൾ വേറെ ആയിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്. ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് റിമൂവ് ചെയ്യണം. താഴെ നിന്ന് വേണം മുകളിലേക്ക്. മസാജ് കൊടുത്തിട്ട് വേണം. ഡ്രൈ ആയതുകൊണ്ട് ചെറിയ തരിയുണ്ട്. കൂടുതലും ടീനേജേഴ്സിലുള്ള ആൾക്കാരാണോ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ ഇത് ചെയ്യാൻ വരുന്നത്? ഇത് അറിഞ്ഞു വരുന്നവർ 35 എബോ തന്നെയാണ്. പിന്നെ ചിലരുടെ സ്കിന്നിൽ നമ്മൾ പറയുന്നതേ ഉള്ളൂ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ടാണ്. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. സൺസ്ക്രീനാണ് ഇനി നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ ഈവനിങ്ങിൽ ജസ്റ്റ് ലൂക്ക് വാട്ടർ വെച്ചിട്ട് ഒന്ന് ഫേസ് ഒന്ന് കഴുകി ആ 24 hours കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സോ ഈ പറഞ്ഞാൽ ഫേസ് വാഷോ ഒക്കെ ചെയ്താലായിരിക്കും നല്ലത്. കാര്യം നമ്മളിപ്പോൾ ഇത് നല്ല ഫൈൻ പൗഡറാണ്. എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും സ്കിന്നിൽ അത് കാണണം, അത് നിൽക്കണം എന്നാണ് പറയണത്. അത് നിന്നാൽ മാത്രമേ ആ ഒരു എഫക്റ്റ് കുറച്ചുകൂടി ടൈറ്റനിങ് ആ ഒരു ഓയിൽ സെക്രീഷനൊക്കെ കുറഞ്ഞ് നല്ലതായിട്ട് വരുള്ളൂ. ഇത്രയും സമയം ബ്യൂട്ടി സ്പോട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. ബ്യൂട്ടി സ്പോട്ടിൻ്റെ അടുത്ത സെഗ്മെൻറ്റിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.